വാർത്താമാധ്യമ രംഗത്ത് വേറിട്ട ഒരു ശബ്ദമായി മാറിയ നമ്മുടെ മീഡിയ വിഷന്റെ ആറാമത്തെ വാർഷികത്തിലേക്ക് കടക്കുകയാണ്. 2019 ഓഗസ്റ്റ് 11 മീഡിയ വിഷൻ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 6 വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു അവസരത്തിൽ 6 വ്യത്യസ്തമായ പരിപാടികളിലൂടെയാണ് നമ്മളിത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രഖ്യാപന സംഗമമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നാദാപുരം ഡിവൈഎസ്പി ചന്ദ്രൻ സാറാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ ആളുകളെയും മീഡിയ വിഷന്റെ പേരിലും എൻ്റെ പേരിലും ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി സ്വാഗത ഭാഷണം നടത്തുന്നതിനായി മീഡിയ വിഷൻ ചീഫ് എഡിറ്റർ MK അഷ്റഫ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടനായ ബഹുമാന്യനായ നാദാപുരം ഡിവൈഎസ്പി സാർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സന്നിഹിതരായ ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, 2019 ഓഗസ്റ്റ് മാസം 11 നാദാപുരം കേന്ദ്രീകരിച്ച് പിറവിയെടുത്ത മീഡിയ വിഷൻ ചാനൽ അതിൻ്റെ വിജയകരമായ 6ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ 6ാം വാർഷികാഘോഷ പരിപാടികൾ വളരെ വിപുലമായി തന്നെ നടത്താനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെയുള്ള 6 പരിപാടികളുടെ ഒരു പ്രഖ്യാപനം ഇവിടെ വെച്ച് ഇന്ന് നിർവഹിക്കുകയുമാണ്. മീഡിയ വിഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, വ്യത്യസ്തമായ ചിന്താഗതിയും വ്യത്യസ്ത ആശയങ്ങളുമുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു ചാനലായിട്ടാണ് മീഡിയ വിഷൻ ഇവിടെ പിറവിയെടുത്തത്. തുടക്കത്തിൽ ഇതിൻ്റെ ആലോചന സമയത്ത് തന്നെ ഈ ചാനലിൽ എങ്ങനെയുള്ള വാർത്തകൾ വരണം, ഏത് രൂപത്തിൽ, പ്രത്യേകിച്ച് നാദാപുരം ആയതുകൊണ്ട് തന്നെ ഒരു ട്രബിൾ സ്പോട്ട് ഏരിയ എന്ന നിലയ്ക്ക് നമ്മൾ വളരെ കൃത്യമായി വാർത്തകളൊക്കെ തന്നെ നൽകുമ്പോൾ അതിലൊക്കെ തന്നെ ഉണ്ടാവേണ്ട ചില രീതികളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ 1-2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പൊക്കെ നടത്തി അതിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ പങ്കെടുപ്പിച്ച് അങ്ങനെയാണ് നമ്മളിതിന് രൂപകൽപ്പന ചെയ്തത്. വിവിധ പത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഞാൻ ചന്ദ്രികയുടെ നാദാപുരം റിപ്പോർട്ടറാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ മുഹമ്മദ് അലി സുപ്രഭാതത്തിൻ്റെ റിപ്പോർട്ടറാണ്, ന്യൂസ് എഡിറ്റർ ശരണ്യ അനൂപ് വടകരയിലെ മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്, അതേപോലെ തന്നെ ബഹുമാന്യനായ ഇതിൻ്റെ സബ് എഡിറ്ററായ രാധാകൃഷ്ണൻ അരൂരി ഇവിടെയുണ്ട്. അദ്ദേഹം ജനയുഗം പത്രത്തിൻ്റെ, അതുപോലെ തന്നെ മലയാള ന്യൂസ് എന്ന് പറയുന്ന ഗൾഫ് പത്രത്തിൻ്റെയും ലേഖകനാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ ബോഡിയിൽ ഇന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ ഡയറക്ടർമാർ വേദിയിലുള്ളത് ബഹുമാന്യനായ TK അഹമ്മദ് ഹാജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതേപോലുള്ള 6 ഡയറക്ടർമാർ ഇതിൻ്റെ ആളുകളായി, ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി ഇപ്പോഴുണ്ട്. ഇവിടെ വെച്ച് നമ്മളൊരു ഡയറക്ടർ ഏതാനും സമയത്തിനകം എത്തുന്ന നമ്മുടെ ഒരു ഡയറക്ടർ, അദ്ദേഹം ഇന്ന് ഗൾഫിൽ നിന്ന് വന്നതാണ്. കുവൈറ്റിലുള്ള വ്യാപാര പ്രമുഖനായിട്ടുള്ള റഫീഖ് മുറിച്ചാണ്ടിയെ ഇവിടെ വെച്ച് ഉപഹാരം നൽകി ആദരിക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ ബിസിനസ് എക്സലൻസി അവാർഡ് ലഭിച്ച ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഒരു എന്താ പറയുക, ഞാൻ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 11 ആദ്യത്തെ ഒരു വാർത്ത വരുന്നത്, പിന്നെ ശരിക്കും എനിക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ നാട്ടിലുള്ള അന്ന് പാക്കോയ് പാലം ഒലിച്ചു പോയ ഒരു ഘട്ടമായിരുന്നു. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലൂടെയാണ്, വാണിമേലിലെ ഈ പാക്കോയ് പാലത്തിൻ്റെ വിവാദത്തിലൂടെ ഈ വാർത്ത തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ഓർക്കുന്നത്, ആ വാർത്ത ആദ്യത്തെ വാർത്തയായി ഞങ്ങൾ നൽകിയപ്പോൾ ഞാനൊരു വാണിമേൽക്കാരൻ എന്ന നിലക്കും, അതേപോലെ തന്നെ
എൻ്റെ പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട ആൾക്ക് എതിരായിട്ടുള്ള ഒരു വാർത്തയായതുകൊണ്ടും വളരെയേറെ പഴി കേൾക്കേണ്ടി വന്ന തുടക്കം തന്നെ വാർത്തയിൽ തന്നെ ഒരു എന്താ പറയുക ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സംഭവമുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇതിന് മറ്റൊരു ഒന്നും നമ്മൾ നോക്കാറില്ല. വാർത്ത നൽകുന്ന കാര്യത്തിൽ ആ വാർത്ത സത്യമാണെങ്കിൽ, ആ വാർത്തയിൽ കഴമ്പുണ്ടെങ്കിൽ അത് കൃത്യമായി നൽകുക എന്നത് തന്നെയാണ് മീഡിയ വിഷൻ ഇതുവരെ നിർവഹിച്ച ദൗത്യം. അതുകൊണ്ട് തന്നെ കുറ്റ്യാടിയിലും വടകരയിലുമൊക്കെ ഓഫീസ് ആരംഭിക്കാനും ഇതൊന്ന് വിപുലീകരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഈ 5 വർഷത്തിനുള്ളിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു അഭിമാന നേട്ടമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. ഇവിടെ DYSP സാർ എന്നോട് നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ മരണ വീട്ടിൽ പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിവാക്കി തരണം എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കണം, പെട്ടെന്ന് അദ്ദേഹത്തിന് പോകണം എന്നതുകൊണ്ട് നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏതായാലും മറ്റേ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 6 പരിപാടികൾ എന്തൊക്കെ എന്നതൊക്കെ ഇതിന് ശേഷം ഇവിടെ വിശദീകരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ മീഡിയ വിഷന്റെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, മീഡിയ വിഷന്റെ ഈ വളർച്ചയിൽ നിങ്ങളൊക്കെ നൽകി വരുന്ന സഹകരണം വളരെ വലുതാണ്. മാത്രമല്ല ഇവിടെ എൻ്റെ മുമ്പിൽ മലബാർ ഗോൾഡിന്റെ ടീം ബിജു ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രഗത്ഭരായ നല്ല പരസ്യം ഒക്കെ നൽകി ഒരുപാട് വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ് എന്നുകൂടി ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ പ്രഖ്യാപന സംഗമം, 6ാം വാർഷികാഘോഷ പരിപാടികളുടെ ഈ പ്രഖ്യാപന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ DYSP. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് ഇരുത്തി ഒരു മുഖസ്തുതി പറയേണ്ടത്, എന്നാലും പറയുന്നു, നമ്മൾ എന്ത് വിഷയങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചാലും വളരെ കൃത്യമായി അതിനോട് പ്രതികരിക്കുന്ന പ്രഗത്ഭനായ ഒരു DYSP തന്നെയാണ് അദ്ദേഹം. മാത്രമല്ല മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്ന, ഈ നാട്ടിലെ എല്ലാ രംഗങ്ങളെക്കുറിച്ചും അറിയാവുന്ന, നമ്മുടെ നാടിന്റെ നാഡീമിടിപ്പ് അറിയാവുന്ന പ്രഗത്ഭനായ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ബഹുമാന്യനായ DYSP സാറെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, മീഡിയ വിഷന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. ഇവിടെ ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ TTK അഹമ്മദ് ഖാദിയാണ്. അബുദാബിയിലെ സീഷൽ ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യാപാര പ്രമുഖനാണ്. അദ്ദേഹത്തെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജീവകാരുണ്യ രംഗത്ത് വളരെ എന്താ പറയുക വലിയ സംഭാവന അർപ്പിക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ്. ഇപ്പോഴത്താണ് കടിയങ്ങാട് തണൽ സ്കൂളിന് വേണ്ടി അദ്ദേഹം 50 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചുകൊണ്ട് മനോഹരമായ ഒരു ബിൽഡിംഗ് ഒക്കെ തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ രംഗത്തും സ്തുത്യർഹമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട TTK അഹമ്മദ് ഖാദിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. ഈ വേദിയിൽ സന്നിഹിതരായത് ബഹുമാന്യനായ NK മൂസ മാസ്റ്റർ വാണിമേൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്. നാദാപുരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെയൊക്കെ തന്നെ കൂടെ എന്നും ഈ പ്രയാണത്തിൽ നമ്മോടൊപ്പം നമ്മുടെ തെറ്റും ശരിയും ഒക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്ന നമ്മുടെ പ്രിയങ്കരനായ NK മൂസ മാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട CH മോഹൻ, നമുക്കറിയാം നാദാപുരത്തെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ CPM പാർട്ടിയുടെ പ്രഗത്ഭനായ നേതാവാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും, നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിന് കൃത്യമായി എത്തുകയും, നമ്മുടെ ഇന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ കുറച്ച് മുമ്പാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. എന്നിട്ടും അദ്ദേഹം ഇന്ന് മന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ കൂടി അതിന് മുമ്പായി ഈ പരിപാടിയിൽ വരാം എന്ന് പറഞ്ഞ് നമ്മോട് സഹകരിച്ച ബഹുമാന്യനായ CH മോഹനനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ വേദിയിലുള്ള പ്രിയപ്പെട്ട ഇസ്മായിൽ വാണിമേൽ, നമുക്കറിയാം മാതൃഭൂമി പത്രത്തിന്റെ നാദാപുരം ബ്യൂറോ ചീഫ് ആണ് ഇസ്മായിൽ വാണിമേൽ. അദ്ദേഹം സ്വന്തമായി തന്നെ IV ന്യൂസ് എന്ന പേരിൽ അദ്ദേഹം തന്നെ ഒരു ചെറിയ ചാനലൊക്കെ നടത്തി വരുന്നുണ്ട്. പേരോട് സ്കൂളിലെ ജേർണലിസം അധ്യാപകനാണ്. അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നമ്മൾ കുറഞ്ഞ ആളുകൾ മാത്രമല്ല, എല്ലാവരെയും സ്വാഗതം ചെയ്യുക. പ്രത്യേകിച്ച് ഇവിടെയുള്ളത് നമ്മുടെ പരിപാടിയിലേക്ക് നമ്മുടെ ബഹുമാന്യനായ നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് VB മുഹമ്മദ് അലി സാഹിബ് കടന്നു വരികയാണ്. നമുക്കറിയാം നാദാപുരത്തിന്റെ
വികസന രംഗത്ത് ഇന്ന് തന്നെ ഇപ്പോ അവരൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത് നമ്മുടെ ഈ നാദാപുരത്ത് ഇന്ന് വനിതകളുടെ ഒരു വലിയ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടിയിലൂടെ നാദാപുരം ഗ്രാമപഞ്ചായത്തിനെ വികസന രംഗത്ത് വേറിട്ട് നിലനിർത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുഹമ്മദ് അലിയെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ വൈസ് പ്രസിഡന്റ്, പ്രത്യേകിച്ച് നമുക്കൊരു അഭിമാനം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ബി സോൺ കലോത്സവം പുളിയാവ് നാഷണൽ കോളേജിൽ വെച്ച് നടന്നപ്പോൾ ആ ബി സോൺ കലോത്സവത്തിൽ 4 ദിവസവും നമ്മുടെ മീഡിയ വിഷന് വേണ്ടി വാർത്തകൾ വായിക്കുകയും അത് തത്സമയം തന്നെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അഖില മരിയാട്ടി, നമ്മുടെ ഈ രംഗത്ത് നമ്മോടൊപ്പം എന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അഖില മരിയാട്ടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യനായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട MC സുബൈറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരെയും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് പാട്യംസ്, നമുക്കറിയാം നല്ലൊരു നാടക സംവിധായകൻ, അതോടൊപ്പം തന്നെ നല്ല എഴുത്തുകാരൻ, അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട റിട്ടയർഡ് അധ്യാപകനായ അനൂപ് പാട്യംസിനെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും നാദാപുരം പ്രസ് ക്ലബിന്റെ പ്രസിഡന്റും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ, പ്രത്യേകിച്ച് എൻ്റെ ഒരുപാട് കാലത്തെ ആത്മസുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട രാകേഷ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ പ്രിയങ്കരായ KK ശ്രീജിത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സാരഥിയാണ്. നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ വടകരയൊക്കെ പല സ്ഥലത്തും ഉള്ള വലിയൊരു ചാനൽ, ട്രൂവിഷൻ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ശ്രീജിത്ത്, അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നാദാപുരം സഹകരണ അർബൻ ബാങ്കിന്റെ ജനറൽ മാനേജർ കൂടിയായ പ്രിയപ്പെട്ട KN അബ്ദുൾ റഷീദിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ബഹുമാന്യനായ രാധാകൃഷ്ണൻ അരൂർ, നമ്മുടെ ഇതിന്റെ സബ് എഡിറ്റർ കൂടിയായ പ്രിയപ്പെട്ട രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. അനൂപ്, ഞാൻ പറഞ്ഞതുപോലെ ശ്രീജിത്തിന്റെ കൂടെ ട്രൂവിഷനിലെ ഒരു സ്റ്റാഫായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരുപാട് കാലം ഇവിടെ രാഷ്ട്രദീപികയുടെ ഒക്കെ റിപ്പോർട്ടറായി വർക്ക് ചെയ്ത അനൂപ് കല്ലാച്ചിയുടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ബഹുമാനനെ CP സലാം ഇപ്പോ നമ്മുടെ പരിപാടിക്ക് വേണ്ടി എത്തിയിരിക്കുന്നു. അദ്ദേഹം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ ചാനലിൽ ഏത് പരിപാടി വിളിച്ചാലും കൃത്യമായി അറ്റൻഡ് ചെയ്യുന്ന ബഹുമാനനെ CP സലാമിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ മലബാർ ഗോൾഡിന്റെ ആദരണീയനായ ബിജു, അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇവിടെയുണ്ട്, അവരെ രണ്ടുപേരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പരിപാടിയിലെത്തിയിട്ടുള്ള മറ്റെല്ലാവരും, പ്രത്യേകിച്ച് മീഡിയ വിഷന്റെ സ്റ്റാഫ് ആയിട്ടുള്ള പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് എഡിറ്റർ മുഹമ്മദ് അലി തിരൂരുണ്ട്, അതേപോലെ തന്നെ രചന ഉണ്ട്, പിന്നെ മിത്രയുണ്ട്. ഇവരൊക്കെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളാണ്. അവരെയൊക്കെ തന്നെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ശ്രീജിത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള അനുഷ്കയെയും പ്രത്യേകം ഞാൻ സ്വാഗതം. എല്ലാവരെയും ഏകദേശം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോലീസ് ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് നിയന്ത്രിക്കാനായി പ്രിയപ്പെട്ട TTK അഹമ്മദ് ഹാജിയെ ക്ഷണിക്കും. നമ്മുടെ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട DYSP ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, സ്വാഗതം പറഞ്ഞ ശ്രീ മീഡിയ വിഷന്റെ ഭാരവാഹികളായ അഷ്റഫ്, വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി, ഇസ്മായിൽ, മുസമാഷ്, മോഹനൻ, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു ന്യൂസ് ചാനലിൻ്റെ 6ാം വാർഷികവും അതിനോടനുബന്ധിച്ചുള്ള ഒരു കൂട്ടായ്മയുമാണ്. വളരെ ചുരുങ്ങിയ ആളുള്ള ഒരു സദസ്സാണ്. ലളിതമായ രീതിയിൽ നല്ല സന്തോഷമുണ്ട് എനിക്കും പങ്കെടുക്കാൻ പറ്റിയതിന്. പ്രത്യേകിച്ചും ഇന്ന് വാർത്തകൾ എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിലാണ്. പണ്ടൊക്കെ നമ്മൾ ചാനലുകളും TV-യും പത്രങ്ങളും വായിച്ചുണ്ടാക്കുന്ന അറിവുകൾ, ഇന്നതല്ല. ഇന്ന് നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് അതാത് സമയങ്ങളിൽ വാർത്തകൾ എത്തുകയാണ്. ആ വാർത്തകൾ എത്തുമ്പോൾ ആ വാർത്തകൾ അറിയിക്കുന്നവരുടെ ഒരു ധാർമ്മികതയും അതേപോലെ തന്നെ
ഒരു എക്സ്പീരിയൻസും അതിലെ ഒരു പ്രവർത്തനവുമാണ് അതിൻ്റെ പിന്നീടുള്ള വിജയം എന്ന് പറയുന്നത്. ചാനലുകൾ നമുക്ക് ഒരുപാടുണ്ടാകുന്ന നാട്ടിൽ, പ്രത്യേകിച്ചും ഇത് നാദാപുരം മേഖലയാണ്. ഒരുപാട് സെൻസിറ്റീവായ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട മേഖലയാണ്. അത്തരം സ്ഥലങ്ങളിൽ ഒരു ന്യൂസ് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പരിചയവും പ്രാഗൽഭ്യവും ഉണ്ടെങ്കിൽ മാത്രമേ വിപുലമായ രീതിയിൽ ആ ചാനലിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ചാനലിന് നല്ല ഒരു ബേസ്മെൻ്റായിട്ട് നല്ല അടിത്തറ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ചാനലിലുള്ള വാർത്തകളും അതിൻ്റെ പ്രോഗ്രാമുകളാണ് ആൾക്കാർ വാച്ച് ചെയ്യുന്നത്. അതേപോലെ ഇന്ന് നമ്മളെ മെയിൻ ചാനലുകളെല്ലാം കണക്ട് ചെയ്യുന്നതും ഈ ലോക്കലായിട്ടുള്ള ചാനലുകളെയാണ്. ഇന്നും നമ്മളൊരു ന്യൂസ് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സ്വന്തം കുടുംബത്തടക്കമുള്ള 5 പേരെ കൊന്നൊരു വാർത്ത. അപ്പോൾ വാർത്തകൾ ഞാൻ നേരത്തെ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്ത് സത്യം നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും. അപ്പം ജനങ്ങളോട് ഒത്തുചേർന്നുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്തയായിരിക്കണം നമുക്ക് എപ്പോഴും ആവശ്യം. എല്ലാ വാർത്തകളും നമുക്ക് അതേപടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഒരു റിപ്പോർട്ടിംഗ് ഏജൻസിയിൽ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വിജയം, പ്രത്യേകിച്ചും ഓൺലൈൻ ഈ വിഷ്വൽ മീഡിയകൾ വരുമ്പോൾ. അപ്പോൾ അതിൽ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു മീഡിയ വിഷൻ നല്ല രീതിയിൽ ആ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഈ ചെയ്ത റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇൻസിഡൻ്റൽ ഒരു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടിംഗ് മാത്രമല്ല ഒരു മാധ്യമം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാതെ കിടപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അറിയേണ്ടത് അധികാരികളെ അറിയിക്കാനും ന്യായങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ നീതി കിട്ടാൻ വേണ്ടിയും പല രീതിയിലും സാധാരണക്കാരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ വിജയം. ആ രീതിയിൽ നിലനിന്ന് പോയാൽ പല രീതിയിൽ ഞാൻ ഇന്നും എവിടെ പോയാലും മീഡിയാസുമായി നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ പോലും, എന്നാൽ കൂടുതൽ അടുക്കില്ല, എന്നാലും എന്നെ എല്ലായ്പ്പോഴും ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. ചില മാധ്യമങ്ങൾ ഞാൻ മാനന്തവാടിയൊക്കെ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ എന്നോട് ആദ്യം ചോദിക്കും ഈ കേസ് ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ആ ഒരു പെർമിഷൻ അടക്കം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒളിച്ചു വെക്കേണ്ടതുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും വളരെ സഹകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ്. അപ്പം മാധ്യമ പ്രവർത്തനം നമ്മൾ എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷേ ഒരിക്കലുമല്ല. സമൂഹത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കഴിയും. അപ്പം നല്ല രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ നാദാപുരം മേഖലയിലൊക്കെ നമുക്ക് ജനങ്ങൾ അറിയേണ്ട ഒരുപാട് സംഗതികളുണ്ട്, കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇടപെടാനും ആ വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ മീഡിയക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് ഇത് 6ാം വാർഷികത്തിലേക്കും മറ്റ് യൂണിറ്റുകളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തു വരുന്നത്. എനിക്ക് ഈ മാധ്യമത്തോടെ ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ ഇവരോട് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ യുവാക്കൾ പോകുന്ന അവസ്ഥ, അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ. നമ്മളെന്നും രാവിലെ പത്രമെടുത്താൽ 4 പേരെ കൊന്നു, 3 പേരെ കൊന്നു, ഉമ്മയെ കൊന്നു, ഈ രീതിയിലുള്ള ന്യൂസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മളെ മെയിൻ ചാനലുകളിൽ ഏതെടുത്ത് നോക്കിയാലും ആ തിരുവനന്തപുരത്തെ സംഭവമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് നമ്മുടെ സമൂഹം ഇങ്ങനെ പോകുന്നത്? ഇത് ഒരു പൊതുജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു ആശങ്ക, അതേപോലെ തന്നെ ഇതിനെതിരെയുള്ള ഒരു പ്രവർത്തനവും കൂടി ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ പൊതുജനങ്ങൾ മൊത്തം, ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്, ഞാൻ പറയുന്നു പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലൊക്കെ ഈ ഡ്രഗ്സിനെതിരെ വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ട ആവശ്യകത ഇന്നുണ്ട്. പോലീസും എക്സൈസും വിചാരിച്ചാലൊന്നും ഒതുങ്ങുന്നതല്ല ഇന്നത്തെ ഈ ഡ്രഗ്സിൻ്റെ ചങ്ങല. ഒരിക്കലും ഒരു 5 ആളെ 3 ആളെ 4 ആളെയൊക്കെ ഒന്നിച്ചു കൊല്ലുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഇപ്പോഴാണ്. അത് എന്തിൻ്റെ എഫക്റ്റാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഡ്രഗ്സിൻ്റെ, പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വളരെയധികം ഇതിന് പെട്ടുപോയിട്ടുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കാനും നമ്മളെ മാധ്യമങ്ങൾ ഒരു നല്ല സമയം ഇതിനെതിരെ കണ്ടെത്തണം. നമ്മുടെ നാട്ടിലെ വരുന്ന പുതുതലമുറയെ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകളൊക്കെ പണ്ടൊന്നും പോലീസൊന്നും കയറി ചെല്ലേണ്ട ഒരവസ്ഥയുള്ള സ്ഥാപനങ്ങളല്ലായിരുന്നു. ഹൈസ്കൂളുകൾ പോലും പണ്ടൊന്നും ഞാൻ SI ആയിരുന്ന സമയത്ത് പോലും ഹൈസ്കൂളിൽ പോലും ഞങ്ങൾ പോകാറില്ലായിരുന്നു.
കാരണം അവിടെ പോകേണ്ട ഒരു അവസ്ഥ നമുക്കില്ലായിരുന്നു. ഇന്ന് ഹൈസ്കൂളിലടക്കം നമ്മളെ SPC പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് പോലും ഞങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കേണ്ടതും ഈ ജൂനിയർ സീനിയർ അല്ലെങ്കിൽ റാഗിങ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ന്യൂസുകളൊക്കെ കണ്ടു കാണും, പയ്യന്മാർ റാഗിങ്ങിൻ്റെ ഭാഗമായി ചെയ്തു കൂട്ടിയ പ്രവൃത്തി. അപ്പം ഇത്തരം പ്രവൃത്തികളിലേക്ക് നമ്മളെ വിദ്യാർത്ഥി സമൂഹവും പൊതു യുവ സമൂഹവും പോകുമ്പോൾ അതിനെ തടയിടാനും അതിനെതിരെ പ്രവർത്തിക്കാനും നമ്മളെ ഒരു കൂട്ടായ്മ എന്നും ആവശ്യമാണ്. അതിന് ഞങ്ങൾക്ക് മീഡിയാസിൻ്റെ സപ്പോർട്ട് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. ഈ രീതിയിൽ ഒരിക്കലും നമ്മൾ ഉപദേശങ്ങൾ എവിടെ പോയി കൊടുത്താലും അതാർക്കും ഇഷ്ടവുമാവില്ല, ചെവിക്കൊള്ളുകയില്ല. പക്ഷേ രക്ഷിതാക്കളുടെ ഒരു ജാഗ്രത, പ്രത്യേകിച്ചും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കിടെ രക്ഷിതാക്കളുടെ ഒരു ജാഗ്രത വളരെയധികം ഇന്ന് അത്യാവശ്യമാണ്. ഞാൻ എന്തും പറയാറുണ്ട്, നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മളെ മക്കൾ, എൻ്റെ മകൻ സേഫാണെന്നുള്ള ബോധമാണ് ഇന്ന് എല്ലാ രക്ഷകർത്താക്കളും. ആ എൻ്റെ മകൻ സേഫാണെന്നുള്ള ബോധം ഒരു മിഥ്യാബോധമാണ്. ഇന്ന് നമ്മുടെ മക്കൾ സേഫ് അല്ല. ആ ഒരു ചിന്താഗതിയിലേക്ക് ഇന്നത്തെ രക്ഷകർത്താ സമൂഹം വരണം. അതിന് വേണ്ടത് നമുക്ക് മീഡിയാസ് ഇത്തരം ഇഷ്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഇതിനെതിരെയുള്ള ഒരു അവയർനെസ് കൂടി നമുക്ക് ഈ ചാനലുകാർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും കൈവെള്ളയിലാണ് നമ്മുടെ ഈ ന്യൂസ് കിടക്കുന്നത്. അപ്പം നമ്മൾ ഇന്നൊരു ന്യൂസിൻ്റെ സ്പ്രെഡിൻ്റെ, അതായത് എത്ര പെട്ടെന്നാണ് ഇത് വ്യാപിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ചില ആൾക്കാർ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ വിളിച്ച് പറയുമ്പോൾ, ചാനൽ കണ്ട് ന്യൂസ് വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ പോലും ചില സംഭവങ്ങൾ അറിയുന്നത്. അപ്പം ആ രീതിയിൽ ന്യൂസിൻ്റെ വേഗത വർദ്ധിച്ചിരിക്കുന്ന ഈ സമയത്ത് വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങളും അവർക്കുള്ള നീതിയും ലഭിക്കാനും, അതേപോലെ ഞാൻ ഈ പറഞ്ഞ മക്കളുടെ, നമ്മുടെ പുതുതലമുറയെ രക്ഷിച്ചെടുക്കാനുമുള്ള ഒരു ജാഗ്രത കൂടി നമ്മുടെ പത്രമാധ്യമങ്ങൾ എടുക്കണം. അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നും, അതേപോലെ തന്നെ ഒറ്റൊരു ഭാഗം കൂടി നമ്മളെ ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, പ്രത്യേകിച്ച് ഞാൻ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. നമ്മളെല്ലാം പറയും നമ്മൾ സാക്ഷരരാണ്, കേരളമാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നും ഞങ്ങളെ ഈ പോർട്ടലെടുത്ത് നോക്കിയാൽ എത്രയോ കംപ്ലൈൻറ്റുകൾ ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അതും നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല അറിവുള്ള ആൾക്കാരാണ് ഇതിൽ പെട്ടുപോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ നമ്മളൊരു പ്രത്യേകതയാകാം, പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ഓരോരുത്തൻ്റെ ആർത്തിയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്ക് ഇരകളായി മാറിപ്പെടുന്നത്. അപ്പോൾ അത് പല രീതിയിൽ വരുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ജനങ്ങൾക്കുള്ള ഒരു ബോധവൽക്കരണം കൂടി നിങ്ങൾക്ക്, പ്രത്യേകിച്ചും മാധ്യമങ്ങൾക്ക് ഇന്ന് കൊടുക്കാൻ കഴിയും. സാധാരണക്കാർ, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എത്ര വേഗം പ്രലോഭനത്തിലേക്ക് പെട്ടുപോകും. അപ്പോൾ ആ രീതിയിലും കൂടി നല്ല രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്താൻ ഈ മീഡിയ വിഷനും നിങ്ങളുടെ ഈ സ്റ്റാഫിനും നിങ്ങളുടെ ഈ കൂട്ടായ്മക്കും കഴിയണം. വളരെ നല്ല രീതിയിൽ സത്യം, ഞാൻ എന്നും പറയും, സത്യം പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അത് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അവതരിപ്പിക്കലാണ് ഒരു പത്രമാധ്യമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് അവരുടെ ഏതാവശ്യമാണ് അവരറിയേണ്ടത്, ആ ആവശ്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ പോസിറ്റീവായി, ഒരിക്കലും നമ്മൾ എല്ലാത്തിനെയും നെഗറ്റീവായി എടുക്കരുത്. നമ്മളെ സമൂഹം എല്ലാവരും ഡ്രഗ്സ് ആണെന്നൊന്നും പറയുന്നത്, ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് അല്ലാതെ പോസിറ്റീവായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ആ മാറ്റിയെടുക്കാൻ നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് എന്നും ഞങ്ങളുടെ എല്ലാവിധ അകമഴിഞ്ഞ പിന്തുണയും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മീഡിയ വിഷൻ ഇനിയും ഉയർച്ചയിലേക്ക് എത്തട്ടെ. ആ ഉയർച്ചയിൽ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ ഈ പ്രസ്ഥാനം വളരട്ടെ. അതിനുള്ള പിന്നീട് അങ്ങോട്ടുള്ള എല്ലാവിധ വളർച്ചയ്ക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ നിങ്ങളുടെ 6ാം വാർഷികത്തിൻ്റെ ഈ കൂട്ടായ്മ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി അവരെ ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ ഈ മീഡിയ വിഷൻ സംവിധാനത്തിൻ്റെ MD NK അഷ്റഫ്, ഉദ്ഘാടകൻ പ്രിയപ്പെട്ട നമ്മുടെ DYSP ചന്ദ്രൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മര്യാഡ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC സുബേർ, CH മോഹനൻ, പ്രിയപ്പെട്ട TTK,
NK മൂസ മാസ്റ്റർ, ഇവിടെ ഒത്തുകൂടിയ മീഡിയ വിഷൻ്റെ അഭ്യുദയകാംക്ഷികളായ സഹോദരി സഹോദരന്മാരെ, ഒരു ഓൺലൈൻ ചാനൽ എന്തിനാണ് ഒരു വാർഷികം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വലിയ മാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ 25-ാം വാർഷികം, 50-ാം വാർഷികം, 100-ാം വാർഷികമൊക്കെ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ വലിയ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന മാധ്യമരംഗവും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം ഡയറികൾക്കൊക്കെ തന്നെ ഓൺലൈൻ പതിപ്പുണ്ട്. ആദ്യം മറച്ചു നിന്നവർ പോലും പിന്നീട് അതിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. ന്യൂസ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്, വിഷ്വൽ മീഡിയ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ വരുത്തോടുകൂടി മാധ്യമരംഗത്ത് ഞങ്ങളാണ് കുലപതികൾ, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല എന്ന് വിചാരിച്ച് മാധ്യമ മേലധികാരികൾക്കും പ്രാദേശിക റിപ്പോർട്ടർമാർക്കും അടക്കം സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട്. ആർക്കും കുത്തകയാക്കി വെക്കാൻ കഴിയാതെ ആയിട്ടുണ്ട്. ചില സത്യങ്ങൾ സൃഷ്ടിക്കുകയും ആ സത്യങ്ങൾ മാത്രം സത്യങ്ങളായി അവശേഷിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിന് മാറ്റം വന്നിട്ടുണ്ട്. യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ പലർക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി കഴിയുന്നുണ്ട്. ഇങ്ങനെ വലിയ മാറ്റങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ചെറുതും വലുതുമായ പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമ രംഗം. ആ രംഗത്ത് നാദാപുരത്തെ ഒരു പ്രശസ്തമായ സംവിധാനവും ഒരു ഓൺലൈൻ ചാനലുമാണ് മീഡിയ വിഷൻ. പത്രപ്രവർത്തകനായ അഷ്റഫിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളും അഭ്യുദയകാംക്ഷികളുമായ TTK പോലുള്ള വ്യവസായ പ്രമുഖരുടെ പിന്തുണയോടുകൂടിയാണ് അഷ്റഫ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്. ആ വളർച്ച അസൂയാവഹമാണ്. ഇവിടെ മറ്റ് ഓൺലൈൻ ചാനലുകളുടെ പ്രധാന വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ സാക്ഷിയാണ്. അത് അഷ്റഫിന് മാത്രം കഴിയുന്ന ഒന്നാണ്. തൻ്റെ മേഖലയിൽ തന്നോട് കടപിടിക്കുന്ന, തന്നോട് മത്സരിക്കുന്ന ആളുകളെ കൂടി തൻ്റെ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. അതോടൊപ്പം അതൊരു നല്ല സുഹൃബന്ധത്തിൻ്റെ തെളിവുമാണ്. നാദാപുരം മേഖലയിലെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ നെറ്റ്വർക്ക് സ്തുത്യർഹമായ വളരെ പോസിറ്റീവായ ഒന്നാണ്. നേരത്തെ DYSP സൂചിപ്പിച്ചതുപോലെ ഈ നാടിൻ്റെ എല്ലാ നന്മയ്ക്കും വളർച്ചയ്ക്കും പുരോഗമനത്തിനും വേണ്ടി സംഭാവന ചെയ്യുന്ന ഈ ആളുകളാണ്. ഒറ്റപ്പെട്ട ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരവർ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടതുമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി പ്രധാന വ്യക്തിത്വങ്ങളായി, പ്രധാന സ്ഥാപനമായി, പ്രധാന മീഡിയയായി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നാടിൻ്റെ നന്മ മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇവിടെ സേവനം ചെയ്യുന്ന സർക്കാർ സംവിധാനം, പോലീസാണെങ്കിലും ഭരണം കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്ത് സംവിധാനങ്ങളാണെങ്കിലും മറ്റാരാണെങ്കിലും ഈ നാടിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആരെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തന്നെ അവതരിപ്പിക്കാം. അതേപോലെ നന്മ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഓരോ ഓൺലൈൻ മീഡിയയും മറ്റ് പത്ര മാധ്യമ രംഗവുമെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. അങ്ങനെ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സനാതന മൂല്യം, ധർമ്മം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായി എന്ന് നിങ്ങൾക്ക് സ്വയം ചാരിതാർത്ഥ്യത്തോടുകൂടി വിലയിരുത്താൻ കഴിയും. അല്ലെങ്കിൽ ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ ഒരു വാലറ്റമായിട്ട് മാറിപ്പോകും. ഈ രണ്ട് മുഖമുണ്ട് മാധ്യമരംഗത്തിന്. നന്മയുടെ വാക്താക്കളായി, പുരോഗമനത്തിൻ്റെ വാക്താക്കളായി, നാടിൻ്റെ നല്ല സാമൂഹ്യ സാംസ്കാരിക രംഗത്തിൻ്റെ നിർമ്മിതിയുടെ വാക്താക്കളായി സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ നേരെ മറുപുറം ഒരു വലിയ മാഫിയ സംഘത്തിൻ്റെ അടുക്കളപ്പണി ചെയ്യുന്ന ആളുകളായും മാധ്യമ പ്രവർത്തകന്മാർക്ക് ബ്ലാക്ക് മെയിൽ ചെയ്തും മറ്റും നടത്താൻ പറ്റും. കാരണം അത്രയും സ്വാധീനവും അത്രയും കണക്ഷനുമുള്ള ആളുകളായിരിക്കും സ്വാഭാവികമായി മാധ്യമ സുഹൃത്തുക്കൾ. അപ്പോൾ ഇത് രണ്ടിലേത് വേണമെന്ന്
ഓരോ മാധ്യമ പ്രവർത്തകനും തീരുമാനിക്കണം, ഓരോ മാധ്യമ സ്ഥാപനവും തീരുമാനിക്കണം, മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമകളും തീരുമാനിക്കണം. അങ്ങനെയുള്ള ചർച്ചകൾ ഉയർന്നു വരണം ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി. നമ്മുടെ നാട്ടിൽ നേരത്തെ DYSP സൂചിപ്പിച്ചതുപോലെ ചെറുതും വലുതുമായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഒരു റീച്ച് കൂട്ടുക എന്നതിനപ്പുറം ആ വാർത്ത ഈ നാട്ടിനെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ആലോചിച്ച് വേണം ഏത് മാധ്യമമായാലും വാർത്ത കൊടുക്കാൻ. അതേപോലെ തന്നെ തൽപര കക്ഷികൾ ഉണ്ടാക്കുന്ന വാർത്തകളാണെങ്കിൽ വാർത്ത എന്നുള്ള നിലക്ക് തൽപര കക്ഷികളെയും നിങ്ങൾ പരിഗണിക്കണം. പക്ഷേ തൽപര കക്ഷികളുടെ വാർത്തക്കനുസരിച്ച് യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത കാണിക്കണം. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുണ്ടായത് കൊണ്ടാണ് ആ കാര്യം ഞാൻ ഊന്നി പറയേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമരംഗം എന്ന് പറയുന്നത് ചിലർക്കാരല്ല. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളുടെ മുഖവും ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ പേരൊക്കെ വരാൻ നിങ്ങളിങ്ങനെ സുഖിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം. അങ്ങനെ ആ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുവരെ പ്രവർത്തിച്ച മീഡിയ വിഷന് ഒരു നാളുകളിലും അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. മീഡിയ വിഷന്റെ 6ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കനായിട്ടുള്ള DYSP വിജയൻ സർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ VV മുഹമ്മദ് അലി, പ്രിയങ്കനായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മീഡിയ വിഷന്റെ സഹപ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ അംഗങ്ങളെ, മീഡിയ വിഷനുമായിട്ട് ചെറിയൊരു പങ്ക് ഈ കഴിഞ്ഞ ബിസോൺ കലോത്സവത്തിൽ ഞാനും പങ്കുവച്ചപ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയും വളരെ അനുഭവ സമ്പത്തോടുകൂടിയുമുള്ള കുറേ പ്രഗത്ഭന്മാർക്കിടയിൽ നമ്മൾ ആ വേദി പങ്കിടുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ മീഡിയ വർക്ക് എന്നുള്ളത് അന്നാണ് എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് പുറം കാഴ്ചപ്പാടുകൾക്കിടയിൽ നിന്ന് ഉൾത്തിരിഞ്ഞെടുക്കുന്ന കുറേ അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് വളരെ മികച്ച രീതിയിലുള്ള ഒരു എഫേർട്ടും അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ ആത്മാർത്ഥതയും ഈ മേഖലയിലെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അന്നത്തെ ദിവസങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്നുമല്ല, വാർത്ത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ചരിത്രങ്ങളെ, എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടേഴ്സിന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത്. അതിൽ വാർത്തകളിലൂടെ, പ്രത്യേകിച്ച് ഈ തലമുറകളിൽ ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം ഒരാളെ വളർത്തുമെന്നും ഒരാളെ തളർത്തുമെന്നും അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ മീഡിയ വിഷന്റെ ഭാഗത്ത് നിന്ന് പോലും ഏതൊക്കെ തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു റിപ്പോർട്ടിംഗ് ചാനലിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ പബ്ലിക്കിൽ ഒതുങ്ങിക്കൂടി കിടക്കുന്ന ചെറിയ മൈനറായിട്ടുള്ള ചാനലുകളിൽ പോലും അത് വാർത്തകളെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തെ എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു വിഷയത്തെ എത്രത്തോളം അടിസ്ഥാനപ്പെടുത്തി അതിനെ പഠിച്ചുകൊണ്ടാണ് അത് നമ്മൾ പബ്ലിക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും ചൂണ്ടിക്കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ അപാകതകൾ വരുമ്പോഴും അല്ലെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് വീണ്ടും പബ്ലിക് പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരുപാട് ചാനൽസ് ഉണ്ടാവും. പല മീഡിയ പ്രവർത്തനത്തിൻ്റെ അകത്തും എക്സ്പേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിഫൈഡ് അല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഏതോ ഒരു വ്യക്തിയുടെ ജീവിതമാണെങ്കിലും അത് മാറ്റിമറിക്കാൻ ഒരു റിപ്പോർട്ടിനെ സാധിക്കും. അതൊരു പക്ഷേ മെറിറ്റായിരിക്കാം, ഡിമെറിറ്റായിരിക്കാം. പക്ഷേ അങ്ങനെ ജീവിതത്തിലെ നമ്മുടെ നാഥാപുരം മേഖലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ DYSP സൂചിപ്പിച്ചതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ വളരെ ജാഗ്രതയോടെ കൂടെ വേണം ഇവിടുത്തെ റിപ്പോർട്ടിങ്ങുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. ആ ജാഗ്രതയിൽ അത്രയും തന്നെ ഇവർ മികവ് പുലർത്തി എന്നുള്ളത് തന്നെയാണ് ഈ 6ാം വാർഷിക ദിനത്തിലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. നാദാപുരം മേഖലയിലെ മീഡിയ പ്രവർത്തനത്തിൽ ഒട്ടുമിക്ക വിഷയങ്ങളെയും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, വളരെ സിൻസിയറായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന മീഡിയ വിഷൻ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ മാധ്യമ പ്രവർത്തകരും വളരെ ആത്മാർത്ഥതയോടുകൂടിയും കഠിന പ്രയത്നത്തോടുകൂടിയും ചെയ്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാർഷിക ആഘോഷങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും എനിക്ക് ഓർമ്മിപ്പിക്കാനും ഈ ഒരു ചടങ്ങിൽ ആശംസ നേരാനും ഉള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. മാധ്യമ പ്രവർത്തനത്തിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയ യൂസ്ഫുൾ ആയിക്കോട്ടെ, ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരാളുടെ ലൈഫ് ജേണിയാണ്. ആ ജേണിക്ക് സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാന ഘടകവും.
ആ അടിസ്ഥാന ഘടകത്തിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും നിലനിർത്താൻ ഈ മേഖലയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ആശംസകളും നേരുകയാണ്. ഇതിലും സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ രംഗത്ത് വളരെ വേഗം ജനങ്ങളുടെ ഇടയിലേക്ക് ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള മീഡിയ വിഷൻ വളരെ വേഗം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായമാണ്. നേരത്തെ നമ്മുടെ ഈ 6ാം വർഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള DYSP സാർ സൂചിപ്പിച്ചതുപോലെ 6 പരിപാടികളാണ് ഇപ്പോൾ നാം പ്രോഗ്രാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിലൊരു പരിപാടി എന്നുള്ളത് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ യുവത്വം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യുവത്വം എന്ന് മാത്രമല്ല, ഇപ്പോൾ പൊതുവായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു പരിപാടി നമുക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനായിട്ട് നടത്തണമെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഷ്റഫിനോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ മീഡിയ വിഷൻ്റെ വളർച്ചയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ബഹുമാന്യ അധ്യക്ഷൻ TTK, വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മീഡിയ വിഷൻ്റെ 6ാം വാർഷികാഘോഷ പരിപാടി അതിവിപുലമായ രീതിയിൽ 6 പരിപാടികളോടെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർ അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് സന്തോഷത്തോടെ ഞങ്ങളെല്ലാം സ്വീകരിക്കുകയാണ്. എന്തെല്ലാമാണ് 6 പരിപാടികൾ എന്ന് അറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ആ പ്രഖ്യാപനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ നേരത്തെ മോനം പറഞ്ഞ പരിപാടി ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമാണ് എന്ന് സൂചിപ്പിക്കാൻ കൂടി, അതിനടിവരയിടാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ വാർത്തകൾ ഇന്ന് നമ്മൾ TV തുറക്കുമ്പോഴൊക്കെ ഇപ്പോഴൊന്നും ആ വാർത്തയുടെ ടെൻഷൻ നമുക്ക് മാറിയിട്ടില്ല. ആ വാർത്ത ഇങ്ങനെ നമ്മുടെ TV ഇങ്ങനെ മിന്നിമാഞ്ഞ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ നിരവധി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാർത്താമാധ്യമങ്ങളും സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിപ്പിലും സമൂഹത്തിൻ്റെ വളർച്ചയിലും ഏറെ പങ്കുവഹിക്കുന്ന സംവിധാനം എന്നുള്ള നിലക്ക് അവരുടെ ഉത്തരവാദിത്വം വളരെ ഗൗരവത്തോടെ നിർവഹിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. മീഡിയ വിഷൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഇന്നത്തെ അതിൻ്റെ അവസ്ഥ. ഇന്ന് പരിപാടികൾ ഉണ്ടാകുമ്പോൾ മീഡിയ വിഷൻ ഇല്ലാതെ ഒരു പരിപാടി ആലോചിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അത് വളർന്നു വന്നിരിക്കുന്നു എന്ന് അനുഭവത്തിലൂടെ എനിക്ക് പറയാൻ കഴിയും. ഏത് പരിപാടി ഉണ്ടെങ്കിലും മീഡിയ വിഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ നമ്മുടെ പ്രദേശത്തൊക്കെ ആ രൂപത്തിലേക്ക് ഇത് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്വീകാര്യതയാണ് അത് തെളിയിക്കുന്നത്. ഇത്രയും വളർന്നു വന്ന ഈ സ്ഥാപനത്തെ വീണ്ടും വീണ്ടും അടുത്ത വാർഷികത്തിൽ നമുക്ക് ഇതിനേക്കാൾ ഗംഭീരമായ രൂപത്തിൽ വളർന്നു വരാൻ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ നമ്മുടെ കാലം യഥാർത്ഥത്തിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഞാൻ ഈ ഓൺലൈൻ മീഡിയയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പണ്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഓർക്കുട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർക്കുട്ടിലാണ് നമ്മൾ തുടങ്ങിയത്. ഓർക്കുട്ടിൽ തുടങ്ങി ഇമെയിൽ പഠിക്കാൻ തന്നെ ഒരു കോഴ്സിന് പോയ ആളാണ് ഞാൻ പണ്ട് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഞാൻ പറയുന്നത് കാലം അപ്ഡേഷൻ നടക്കുന്നത് മിനിറ്റിലാണ്. അത്രയേറെ മാറ്റങ്ങൾക്ക് ഞാനും നിങ്ങളും ലോകവും മാറുന്ന കാലത്ത് മീഡിയ വിഷനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളും അപ്ഡേഷൻ നടത്തി മാറ്റങ്ങൾ ഉൾക്കൊണ്ട്
സമൂഹത്തിന് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ നിങ്ങൾക്ക് എപ്പോഴൊക്കെ കഴിയുമോ അന്ന് നിങ്ങൾക്ക് വിജയകരമായി ഈ പണി തുടർന്നു പോകാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സത്യത്തെ മുറുകെ പിടിച്ചു. ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ യോഗത്തിലും പറയലുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് എന്നും വഴികാട്ടി നമുക്ക് മുന്നിലുള്ളത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹം നാടുകടത്തപ്പെട്ടു കേരളത്തിൽ നിന്ന്. അന്ന് കേരളമായിരുന്നില്ല, കൊച്ചിയും തിരുകൊച്ചിയുമുള്ള കാലത്ത് അദ്ദേഹത്തെ തിരുവിതാംകൂർ രാജാവ് നാട് കടത്തിയത് സത്യം എഴുതിയതിൻ്റെ പേരിലാണ്. അങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ച നാട്ടിലാണ് ഞാനും നിങ്ങളുമെല്ലാം മാധ്യമപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് സത്യം മുറുകെ പിടിച്ച് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനം MK അഷ്റഫും അതുപോലെ തന്നെ മുഹമ്മദ് അലിയും രാധാകൃഷ്ണനും എല്ലാം ഉൾപ്പെടുന്ന മീഡിയ വിഷൻ എന്ന് പറയുന്ന ഈ മാധ്യമ സ്ഥാപനത്തിന് ഉയരങ്ങളിലേക്ക് പോവാൻ നിങ്ങൾക്ക് കഴിയുമാറാവട്ടെ. അതിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുക്കം വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഏറെ ബഹുമാനിയായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംസാരിക്കാൻ ക്ഷണിക്കുമെന്ന് കരുതിയില്ല, പെട്ടെന്നായിരുന്നു ക്ഷണിച്ചത്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്കറിയാം, മാധ്യമധർമ്മം എന്ന് പറയുന്നത് നമ്മളെ സത്യങ്ങളും ഏറ്റവും വ്യക്തമായ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലൊരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് അനുഭവം പറയാൻ എന്തായാലും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ആരും എനിക്ക് മുന്നിലിരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് 100% പറയാൻ സാധിക്കും. കാരണം ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയത് 9ാമത്തെ വർഷമാണ്. ഇന്ന് വരെ ഒരു രീതിയിലും എന്നൊരു പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടില്ല. അതിലൊരുപാട് നന്ദിയും കടപ്പാടും നാദായത്തിൻ്റെ മാധ്യമപ്രവർത്തകരോടുണ്ട്. ഇപ്പോൾ ഒരുപാട് സന്തോഷം. 6ാം വാർഷികം ആഘോഷിക്കുന്ന മീഡിയ വിഷന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. അതോടൊപ്പം എന്നെ ഞാനാക്കിയ അതിലൊരു പങ്ക് നമ്മുടെ മാധ്യമപ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. മീഡിയ വിഷൻ എൻ്റെ 6ാം വാർഷികത്തിലേക്ക് കടന്നതിൽ ഒരുപാട് സന്തോഷം. മലബാർ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മലബാർ ഗോൾഡിൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളും നാദാപുരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയ വിഷൻ വഹിച്ച പങ്ക് ചെറുതല്ല, ഒരുപാടുണ്ട്. നമ്മൾ നാദാപുരത്ത് നമ്മൾ പരസ്യവും കാര്യങ്ങളും ഓഫറും കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ട ഒരുപാട് സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം മീഡിയ വിഷനും എൻ്റെ അണിയറ പ്രവർത്തകരും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. സ്നേഹം നിറഞ്ഞവരെ, മീഡിയ വിഷൻ 6 വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ മീഡിയ വിഷനുമായി ഏറ്റവും ഏറെ ഹൃദയബന്ധം സൂക്ഷിക്കുന്നവരെ വിളിച്ചു ചേർത്ത് സംഘടിപ്പിച്ച ഈ ലളിതമായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നേരത്തെ രാകേഷ് സൂചിപ്പിച്ച ഓർക്കൂട്ടിൻ്റെ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പ്രളയമൊന്നും പ്രതീക്ഷിക്കാത്തൊരു കാലത്ത് ഞങ്ങളും ഓൺലൈൻ മാധ്യമ രംഗത്തേക്ക് കടന്നു വരികയുണ്ടായി. ഓൺലൈൻ മാധ്യമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ നാടിൻ്റെ യുവ ജനനേതാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PV മുഹമ്മദ് അലി വളരെ ഗഹനമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുറച്ച് വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഒരു അകറ്റി നിർത്തപ്പെട്ട വിഭാഗമായിരുന്നു. നേരത്തെ പ്രിന്റ് മീഡിയയിൽ നിന്ന് ഓൺലൈൻ മീഡിയയിലേക്ക് പോയപ്പോൾ ഓൺലൈനാണ് എന്ന തരത്തിലേക്ക് ആളുകൾ തുടക്കത്തിലൊക്കെ കണ്ടിരുന്നു. ആ ഘട്ടമാകെ മാറി നമ്മുടെ ശീലങ്ങളും നമ്മുടെ എല്ലാം നമ്മുടെ കൈവെള്ളയിലെ മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങുമ്പോൾ വാർത്തയും തത്സമയം നമുക്ക് ലഭിക്കുന്ന സംവിധാനമായി ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുകയുണ്ടായി. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഓൺലൈൻ മാധ്യമ രംഗത്ത് ഞങ്ങൾ കോം ഇന്ത്യ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ സംഘടനയായിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്തത്, വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകുന്ന രീതിയിൽ ഡിജിറ്റൽ മാധ്യമ രംഗത്ത് ഒരു വലിയ ദോഷകരമായ പ്രവണത വരികയാണ്. ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അനധികൃതമായി പണം സമ്പാദിക്കാനുമൊക്കെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുന്ന കാലത്ത്
ഇതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയപ്പെടാനും സജീവമായി ഇടപെടണം എന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ ഓൺലൈൻ മാധ്യമമാണ് എന്ന തെറ്റിദ്ധാരണ കൃത്യമായി ആളുകളിലുണ്ട്. ഓൺലൈൻ മാധ്യമഘട്ടത്തെ നമ്മൾ ഗൗരവമായി കാണേണ്ട വാർത്തകൾക്ക് ഒരു എഡിറ്റർ ഉണ്ടായിരിക്കണം. മാധ്യമ പ്രവർത്തനത്തിൽ സമൂഹവുമായി അടുത്തിടപഴകേണ്ട, ജാഗ്രത പുലർത്തേണ്ട, അറിവുള്ള മാധ്യമ പരിശീലനം നേടിയവർ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ നയിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിൽ ഗുരുതരമായ വിപത്ത് ഉണ്ടാകും. നാദാപുരം മേഖലയിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ പ്രിയ സുഹൃത്ത് MK അഷ്റഫ് ഇവിടെ നേതൃത്വം നൽകുന്ന മീഡിയ വിഷൻ്റെ ഈ ചടങ്ങിൽ ട്രൂ വിഷൻ്റെ ഹൃദയംഗമായ ആശംസകൾ അറിയിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള സുഹൃത്തുക്കളെ, നമ്മുടെ MK അഷ്റഫ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കും. അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ ഞാനൊക്കെ ഒത്തുചേരുകയും ആ കൂട്ടായ്മയിൽ ഞാൻ കാണുന്നൊരു പ്രത്യേകത സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരു വിളിച്ചു തീർക്കുന്ന ഒരു സഭയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളുമുള്ളൊരു വേദി എന്നുള്ള എനിക്ക് ഞാൻ പങ്കെടുക്കാറുണ്ട്. മീഡിയ വിഷന് ഇപ്പോൾ 6 വർഷമായി. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാറുണ്ട്. നമ്മൾ പാലിയേറ്റീവ്, അതുപോലെ പെൻഷനേഴ്സ് യൂണിറ്റ്, അല്ലെങ്കിൽ നാട്ടിലാരെങ്കിലും മരിച്ചാൽ എല്ലാം കൃത്യമായിട്ട് മീഡിയ വിഷനിൽ വരും. നല്ലൊരു പ്രോത്സാഹനമാണ്. എൻ്റെ മുമ്പിലുള്ള കുറേ പത്രപ്രവർത്തകർ അവരൊക്കെ നമ്മൾ എന്നെയും നന്നായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അവരെല്ലാം തന്നെ അപ്പോൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ ചിട്ടയോട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ നാദാപുരത്ത് പോലെ നമ്മുടെ ഏരിയയിൽ നല്ലൊരു മാറ്റം, നല്ലൊരു പത്രമാധ്യമം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. നമസ്കാരം. നല്ല വിഷനോടുകൂടി മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന മീഡിയ വിഷൻ്റെ 6ാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം മാധ്യമരംഗത്ത് തനതായ ഇടം കണ്ടെത്തിയ, നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയ, മനോഹരമായ വാർത്തകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളും സാമൂഹിക ഇടങ്ങളിലും തിളങ്ങി നിൽക്കുന്ന മീഡിയ വിഷൻ്റെ തുടർ പ്രവർത്തനത്തിന് നല്ല ശക്തിയും കരുത്തും ഓജസ്സും തേജസ്സും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ 6ാം വാർഷിക പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഏതായാലും എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇത് എല്ലാവിധ ആശംസകളും. വാർത്ത ലഭ്യമാക്കാൻ നമ്മൾ പണ്ട് കാലത്തൊക്കെ ദിനപത്രങ്ങളാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. അത് ഇന്ന് രാവിലെ വന്നാൽ പിന്നെ നാളെ രാവിലെ അത് വരും. അപ്പോൾ അതിനുശേഷം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വാർത്തകൾ നിരന്തരമായിട്ട് നമ്മളെ കൈപ്പിടിയിൽ, നമ്മളെ ഫോണിൽ മരിച്ച വാർത്തയെല്ലാം നമുക്ക് കൃത്യമായിട്ട് പണ്ട് പത്രത്തിലാകുമ്പോൾ ഇന്ന് മരിച്ച് ചിലപ്പോൾ നാളെയാണ് പലരും ദൂരെയുള്ള ബന്ധക്കാർക്ക് അറിയും. ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ഈ ഓൺലൈൻ മാധ്യമത്തിൻ്റെ വളർച്ചയോടുകൂടി നമ്മൾ വാർത്തകൾ നമ്മളെ കൈപ്പിടിയിലായി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും ഏത് മീഡിയ ആണെങ്കിലും വാർത്തകളുടെ സത്യസന്ധതയും ക്രെഡിബിലിറ്റിയും വളരെ പ്രധാനമാണ്. സത്യസന്ധമായ വാർത്താവതരണത്തിൻ്റെ സ്തുത്യർഹമായ 6ാം വർഷം പിന്നിടുന്ന മീഡിയ വിഷന് അതിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. വാർത്തകൾ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ആ സന്ദർഭവും സാഹചര്യവും നോക്കി അർത്ഥങ്ങൾ മാറുന്ന വാർത്തകളുണ്ട്. ഉദാഹരണത്തിന് ഒരു രാജാവ് സ്വപ്നം കണ്ട ഒരു കഥ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. രാജാവിൻ്റെ മക്കളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം നടത്തിയത് അങ്ങനെയായിരുന്നു. അപ്പം സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ആള് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെ മക്കളൊക്കെ മരണപ്പെട്ടു പോകും പെട്ടെന്ന്. അങ്ങനെ ശുഭിതനായിട്ട് രാജാവ് അദ്ദേഹത്തെ വധിക്കാൻ വിധിച്ചു. രണ്ടാമതൊരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കും,
നിങ്ങളുടെ മക്കളൊക്കെ മരണപ്പെട്ടതിന് ശേഷവും നിങ്ങൾക്ക് ആയുസ്സുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് പാരിതോഷികം കൊടുത്തു. സംഭവം രണ്ടും ഒന്നാണ്. അവതരിപ്പിച്ചതിൻ്റെ വ്യത്യാസമാണത്. അതാണ് അഷ്റഫും ചെയ്യാറ്. സാധാരണ 6 വർഷമായിട്ട് കൂടെ തന്നെ എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. മീഡിയ വിഷൻ 6ാമത് വർഷം കൊണ്ടാടുന്ന സമയത്ത് അതിനെ സ്നേഹിക്കുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന MK അഷ്റഫിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മുമ്പ് പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ പോലെ വാർത്തകൾ ഉണ്ടാക്കാനും ഉള്ളത് വളച്ചൊടിക്കാനും സത്യത്തെ അസത്യമാക്കാനും അസത്യത്തെ സത്യമാക്കാനും കഴിവുള്ള മിടുക്കുള്ള ആളുകളാണ്. ഇവിടെയാണ് നാദാപുരം പോലെയുള്ള ഒരു പ്രദേശത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചെറിയ ഒരു വാർത്ത പോലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു സ്ഥലത്ത് പത്രത്തിലും ഇങ്ങനെ ഒരു ഓൺലൈൻ മാധ്യമത്തിലും കടത്തനാടൻ കളരിയുടെ എല്ലാ അടവുകളും വശത്താക്കിയ ഒരു മിടുക്കനെ പോലെ MK അഷ്റഫ് എല്ലാ അടവുകളും എടുത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് 6ാമത്തെ വർഷം ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് എന്ന് വെളിവാക്കി തരുന്നത്. അത് ഈ നാടിന് ആവശ്യമാണ്. മാത്രമല്ല ഒരുപാട് നന്മകൾ, ഒരുപാട് വാർത്തകൾ മലബാർ ഗോൾഡിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ആൾക്കാർ പത്രങ്ങളെയൊന്നും അധികം ആശ്രയിക്കുന്നില്ല. ഒരു മരണവിവരം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആ സ്പോട്ടിൽ, അത് അഷ്റഫ് ഇവിടെ ഉണ്ടാണെന്നില്ല, വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതാക്കിക്കൊണ്ട് മീഡിയ വിഷയങ്ങളിലൂടെ സംരക്ഷണം ചെയ്യുമ്പോഴും പ്രത്യേകിച്ചും പ്രവാസികൾക്കൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നമ്മളും സദാസമയവും ഇത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അഷ്റഫിൻ്റെ ഈ അറിയിപ്പ് കിട്ടുന്നതോടുകൂടി നമുക്കും നാടുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ കഴിയാൻ കഴിയും. അതുകൊണ്ട് ഇത് ഒരുപാട് പ്രയാസമുള്ള, ഒരുപാട് പണച്ചെലവുള്ള, ഒരുപാട് സമയവും ചിന്തയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. നമുക്കിങ്ങനെ കേട്ടിട്ട് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുമ്പോൾ നമുക്ക് മാർക്കിടാം, എന്ത് പ്രസംഗം ഇതാണോ പറയേണ്ടത്, അങ്ങനെ മാർക്കിടാൻ വളരെ എളുപ്പമാണ്. ഒരു റിപ്പോർട്ട് വായിച്ചാൽ എങ്ങനെയാണോ കൊടുക്കേണ്ടത്, ഇതാണോ അത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇത് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഏതായാലും എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഞാൻ കേൾക്കാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് വിളിക്കുന്ന കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതായാലും വിളി വരും. അങ്ങനെ പ്രസംഗിക്കാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും പറയാമെന്നുള്ള നിലക്ക് വന്നാണ്. എന്തെങ്കിലും അധിക പ്രസംഗമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ മീഡിയ വിഷന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ജില്ലാ സംസ്ഥാന യുവജനോത്സവ വേദികളിൽ അധ്യാപക സംഘടനയുമായി ബന്ധപ്പെട്ടും സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മീഡിയ വിഷന്റെ വളരെ സജീവമായ സാന്നിധ്യം. കുട്ടികളിൽ മീഡിയ വിഷന്റെ ഒരു എന്താ പറയുക, അവരുമായിട്ടുള്ള ഒരു അഭിമുഖം മീഡിയ വിഷൻ എടുക്കണം എന്ന് പ്രമുഖരായിട്ടുള്ള ടീമുകളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ മുന്നേറ്റമാണ്. അതിപ്പോൾ അവസാനം ഇന്റർസോൺ ബിസോൺ കലോത്സവത്തിലായിരുന്നാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീഡിയ വിഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ തരംഗത്തിന് അഷ്റഫിനോടും ഇതിൻ്റെ ജീവനക്കാരോടും ഒരു അഭ്യുത കാംക്ഷി എന്ന നിലയിൽ എല്ലാവിധ സന്തോഷവും പങ്കുവെക്കുന്നു. തുടർന്നും ഇതിന് പെർഫോമൻസ് ഉയരത്തിലേക്ക് വീണ്ടും മേലോട്ട് തന്നെ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. മീഡിയ വിഷൻ ആരംഭിച്ചിട്ട് 6 വർഷം തികയാണ്. 6 വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് അന്വേഷിക്കുമ്പോൾ നമ്മുടെ മേഖലയിൽ മാധ്യമരംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായി നിലയുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായി മീഡിയ വിഷൻ മാറിക്കഴിഞ്ഞു എന്നതിൽ തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. മത്സര രംഗത്തുള്ള ഒരു മാധ്യമ പ്രവർത്തനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ വരികയും അതേപോലെ തന്നെ പിന്നെ കാലഹരണപ്പെട്ടു പോയൊക്കെ നമുക്ക് കാഴ്ചകളാണ്. പക്ഷെ അതിനൊക്കെ ഇടയ്ക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട്
മാധ്യമരംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അഷ്റഫിൻ്റെയും മീഡിയ വിഷൻ്റെയും പ്രവർത്തനത്തിൽ വേറിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 6ാം വാർഷിക വേളയിൽ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്താൻ മീഡിയ വിഷന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മീഡിയ വിഷൻ എന്ന് പറയുന്നത് നാദാപുരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അഹങ്കാരം തന്നെയാണ്. നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം വാർത്താ മാധ്യമ രംഗത്ത് പുതിയ നൂതന സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പിന്നണിയിൽ നല്ല കഴിവുള്ള വ്യക്തികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നുകൊണ്ടുള്ള ഒരു മാധ്യമ ശൈലി നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് ടീമുമാണ് കാണിച്ചു തന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയും ജില്ലക്കപ്പുറത്തുമൊക്കെ ജനങ്ങളെ സ്വീകരിച്ച ഒരു ചാനൽ തന്നെയാണ്. പല ന്യൂസുകളും നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ മീഡിയ വിഷനിൽ വന്ന ന്യൂസും പരിപാടികളൊക്കെ നമ്മൾ പലപ്പോഴും വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തൊക്കെ കാണാറുണ്ട്. അപ്പം എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംരംഭം നൽകും. അതുപോലത്തെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ഞാനിപ്പോഴാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്, റഫീഖ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ എല്ലാം എന്താ പറയുക സ്നേഹം കൊണ്ടും അത് ഉദാരത കൊണ്ടൊക്കെ കീഴ്പ്പെടുത്തുന്ന നമ്മുടെ TTK പോലെയുള്ള ഉദാരവിധികളെയും സന്മനസ്സുകളെയൊക്കെ കൂട്ടിയോപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ പിന്നെ പലതും ഉണ്ടാവുന്നതും മുന്നോട്ട് പോകുന്നതും ചില വേർതിരിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നേ കൂട്ടരുടെ ഒരു പരിപാടി, ഇന്നേ ആൾക്കാരുടെ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലതും നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യാസമായി എല്ലാവരെയും കൂട്ടിയോപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കാനും പറയാനും അനുഭവിക്കാനൊക്കെ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംരംഭം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിൻ്റെ സംഘാടകരെ, ഇതിൻ്റെ സംരംഭകരെ ഞാൻ അനുമോദിക്കുകയാണ്. ഈ 6ാം വർഷത്തിലെത്തുന്ന ഈ മീഡിയ വിഷന് എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് ഇനിയും ശക്തമായി മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കുവൈറ്റിലെ മാംഗോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ ഈ മേഖലയിലെ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തെ ഒക്കെ സജീവ സാന്നിധ്യവുമായ എൻ്റെ ഒരു സഹപാഠി കൂടിയായ പ്രിയപ്പെട്ട റഫീഖ് മുറിച്ചാണ്ടിയാണ്. അദ്ദേഹം ഞങ്ങളുടെ പുതിയ ഡയറക്ടറാണ്. മീഡിയ വിഷൻ്റെ പുതിയൊരു ഡയറക്ടറായി അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് വലിയ ചില അവാർഡുകൾ വാങ്ങിക്കൊണ്ടാണ്, വാരിക്കൂട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയതിൻ്റെ പേരിൽ ബിസിനസ് എക്സലൻസി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുകയും ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് വളരെ രഹസ്യമായി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഞാൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കാനും അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അദ്ദേഹം വളരെ എല്ലാ രംഗത്തും നിറസാന്നിധ്യമായി നിൽക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ഉപഹാര സമർപ്പണമാണ്. ഞാൻ നേരത്തെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി പെട്ടെന്ന് മറ്റൊരു പരിപാടിക്ക് പോകുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, റഫീഖ് എത്തുന്ന സമയത്ത് തിരിച്ചു വരണം. കാരണം റഫീഖിന് ഉപഹാരം കൊടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണ്, വൈസ് പ്രസിഡന്റ് അഖില വരിയാട്ടും അവരുടെ സാന്നിധ്യത്തിൽ. അങ്ങനെ ഒരു ഉപഹാരം കൊടുക്കാൻ വേണ്ടി എത്തണമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി വളരെ കൃത്യമായി തന്നെ റഫീഖ് വന്ന് 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രസിഡന്റും എത്തിയിട്ടുണ്ട്. വളരെ നന്ദിയോടുകൂടി ഇവിടെ അറിയിക്കാം. അപ്പം ആദ്യമായിട്ട് പല വേദികളിലാണെങ്കിലും ഒരു മീഡിയയുടെ വേദിയിൽ ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ പ്രസ് മീറ്റുകളൊക്കെ പോകാറുണ്ട്. ഇതുപോലുള്ള മീഡിയൻ്റെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചെറിയ വാക്കുകളിൽ വലിയ കുറേ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു, അതവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷേ ചെറുതായിട്ടാണ് പറഞ്ഞെങ്കിലും കാര്യങ്ങളൊക്കെ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീഡിയ പ്രവർത്തനമാണ് മീഡിയ വിഷൻ എന്ന് മനസ്സിലാക്കാൻ ആ ചെറിയ വാക്കുകൾ കൊണ്ട് കഴിഞ്ഞു. എന്തായാലും അതിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയതിൽ ഞാൻ മീഡിയ വിഷനോട് നന്ദി പറയുകയാണ്. മാധ്യമപ്രവർത്തനം എന്നുള്ളത് ഒരു ധർമ്മമായി കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ
മീഡിയക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നാദാപുരത്തിൻ്റെ അഡ്രസ്സ് മീഡിയ വിഷനിലൂടെ നമ്മൾ ഇതുവരെ ഞാൻ കണ്ടിരുന്ന മീഡിയ വിഷൻ ഓൺലൈനിലായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈനിലായിട്ട് ആദ്യമായിട്ടാണ് മീഡിയ വിഷനെ കാണുന്നത്. ഓൺലൈനിലേക്കാണ് ഒരുപാട് കാണാനും അറിയാനും ഉള്ളതാണ് ഓഫ്ലൈനിൽ നിന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ചെറിയൊരു പാർട്ട് എന്തായാലും ഇതിനു വേണ്ടി ഞാൻ വിനിയോഗിക്കും എന്ന് ഈ സദസ്സിനോട് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മീഡിയ വിഷൻ 6ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. മീഡിയ വിഷൻ്റെ ഈ 6ാം വാർഷിക ആഘോഷങ്ങളുടെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ ഇപ്പോൾ മൊമെൻ്റ് കൊടുത്ത പ്രിയപ്പെട്ട റഫീഖ്, ഞങ്ങൾ കുവൈത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനാണ്. കുവൈത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ എല്ലാ നല്ല കാര്യങ്ങൾക്കും സജീവമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രിയപ്പെട്ട റഫീഖിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. മീഡിയ വിഷൻ 6ാം വാർഷികത്തിലേക്ക് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മികച്ച ഒരു സംഘാടകനാണ് അഷ്റഫ് എന്ന് പറയുന്നതിലും കുഴപ്പമില്ല. കാരണം ഇന്ന് രാവിലെ നമ്മളെയൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ഒന്ന് ഫോൺ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ രാവിലത്തെ വാട്സപ്പിൽ നിന്ന് അഷ്റഫിൻ്റെ സന്ദേശം കണി കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ ഈ പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയത് എന്നെ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ പത്ര പ്രവർത്തന രംഗത്ത് മാത്രമല്ല, ഒറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കോഴിക്കോട് കിണാശ്ശേരിയിൽ നിന്ന് നാദാപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നത് BRCയിൽ ഒരു ട്രെയിനറായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ BRCയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അഷ്റഫ്. അപ്പം ഞാൻ വിചാരിച്ചു അഷ്റഫ് രാഷ്ട്രീയക്കാരനാണ്, പത്രക്കാരനാണ്, അധ്യാപന രംഗത്തൊന്നുമില്ല, സ്കൂളിൽ ജോലിയില്ല. പക്ഷേ BRCയിൽ അഷ്റഫ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാനന്ന് പത്രക്കാരനൊന്നുമല്ല. പിന്നീടാണ് ഞാൻ സുപ്രഭാതത്തിൽ വരുന്നത്. സുപ്രഭാതത്തിൽ വന്നപ്പോൾ വീണ്ടും അഷ്റഫുമായിട്ട് കുറച്ചും കൂടി അടുപ്പുണ്ടാക്കുകയും അഷ്റഫിൽ നിന്നും കുറച്ച് പത്രപ്രവർത്തനം പഠിച്ചെടുക്കുകയും ചെയ്ത് ആ കാര്യത്തിൽ അഷ്റഫ് എൻ്റെ ഗുരു കൂടിയാണ്. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേരുന്നു. ജയ് ഹിന്ദ്. നാദാപുരത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ പ്രിയപ്പെട്ട MK അഷ്റഫും അതേപോലെ മീഡിയ വിഷൻ. എല്ലാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് വിജയകരമായി 6 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് മീഡിയ വിഷൻ. ഇതിൻ്റെ അണിയറ ശില്പികളെയും MK അഷ്റഫിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നു. ഈ ചടങ്ങിന് സർവ്വവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. 6 വർഷമായി മീഡിയ വിഷൻ എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനം ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നാദാപുരത്തിൻ്റെ പരിച്ഛേദമായി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ പ്രവർത്തന മേഖലയിലെ പ്രമുഖർ ആശംസകൾ നേർന്നുകൊണ്ട് മീഡിയ വിഷൻ്റെ പ്രവർത്തനത്തെ വളരെ ശ്ലാഘിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. തീർച്ചയായും ജനങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ എത്രയും വേഗം എത്തിച്ചു നൽകുന്ന എന്ന ഒരു കടമയാണ് മീഡിയ വിഷൻ ഈ കഴിഞ്ഞ ഇതുവരെയുള്ള വർഷങ്ങളിൽ നടത്തിപ്പോകുന്നത്. തീർച്ചയായും MK അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ മുഹമ്മദ് അലി തിനേരും റാഷിയും ഉമ്മങ്കോടും രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള മീഡിയ വിഷൻ്റെ എല്ലാ ടീമംഗങ്ങളും ഈ ഒത്തൊരുമയോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മീഡിയ വിഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി ജനങ്ങൾക്കിടെ എത്തിച്ചേരുമെന്ന് എല്ലാവർക്കും ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും മീഡിയ വിഷന് വേണ്ടി ഉണ്ടാവണം. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മീഡിയ വിഷനെ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ വരികയുണ്ടായി. ഏതായാലും അക്കാര്യം ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിക്കുന്നതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.